കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അരി എവിടെ സർക്കാർ എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. സമരത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ മണ്ഡലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹൻ നിർവഹിച്ചു. ആലപ്പുഴ പഞ്ചായത്തിൽ കണ്ണങ്ങാടിയിലെ റേഷൻ കടയ്ക്ക് മുൻപിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അരിയെവിടെ സർക്കാരെ എന്ന മുദ്രാവാക്യവുമായാണ് സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് അധ്യക്ഷത വഹിച്ച സമരപരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം, സാബു പോതൂർ, വിഷ്ണു ബാബു എന്നിവർ സംസാരിച്ചു. ഒരു 4 വർഷം മുമ്പ് ഒരു കൊറോണ കാലത്താണ് ആദ്യമായിട്ട് എല്ലാവർക്കും കിറ്റുകൾ കൊടുത്തത്. അങ്ങനെ കിറ്റുകൾ കൊടുത്തപ്പോൾ തന്നെ അവിടെ PP കിറ്റുകളുടെ വളരെ വലിയ ഒരു അഴിമതി നടന്നു. അതിനുശേഷം വീണ്ടും കിറ്റുകൾ കൊടുത്താണ് അവർ തുടർ ഭരണത്തിലേക്ക് കയറി വന്നത്. അപ്പോൾ 2016 എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. എല്ലാം അവർ ശരിയാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ 2018 വലിയ ഒരു പ്രളയം തന്നെ ഇവിടെ ഉണ്ടാകും. 10-22 ചെക്ക് ഡാമുകളും എല്ലാം തുറന്നു വിട്ട ശരിക്കും പ്രളയം ആർട്ടിഫിഷ്യലായിട്ട് തന്നെ നടത്തി. അതിൻ്റെ മറവിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള അവര് സാലറി കട്ടിങ് നടത്തി. ഗ്രേഡ് കൂടിയ പാർട്ടികളാണ്. കൂടുതൽ പലവ്യഞ്ജനങ്ങൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പക്ഷെ അത് അത്ര ഒരു ഗൗരവമായി തോന്നിയിട്ടില്ല. പക്ഷെ റേഷൻ കടയിൽ അരി കിട്ടാനില്ല എന്നുള്ളത് വളരെ പാവങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക. നമുക്കറിയാം, കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഖജനാവ് കാലിയായ ഒരു കാലഘട്ടം. നമുക്കറിയാം, 1995 ജനകീയാസൂത്രണം ആരംഭിച്ചതാണ്. ജനകീയാസൂത്രണം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും പദ്ധതി വിഹിതം. ഇപ്പോൾ പിണറായി വിജയൻ 1ാം സർക്കാർ കാലം കഴിഞ്ഞ് 2016 ആരംഭിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ രണ്ടാമത് ഭരണത്തിൽ വന്നു. അതിന് നിഗളമാണോ ഇതെന്ത് ചെയ്യാമെന്നുള്ള ദാസ്യമാണെന്നറിയില്ല. ഈ 2ാം സർക്കാർ വന്നിപ്പോൾ 4 വർഷം പൂർത്തിയായി, 4 വർഷം ആകാറായിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.